എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുട്ടികളെ പുറം രാജ്യങ്ങളിൽ അയക്കാൻ പേരൻസ് പ്രധാനമായി ശ്രദ്ധിക്കുന്നത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ വിദ്യാഭ്യാസം ചെയ്താലും യോജിച്ച തൊഴിൽ കിട്ടില്ല. 2, ഇവിടെ സുരക്ഷിതമല്ല. 3, പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് സെക്യൂരിറ്റി ഒരു രീതിയിലും ഇവർക്കില്ല. ഇത് പേരിലാണ് പേരൻസ് കൂടുതലും കുട്ടികളെ വളരെ കഷ്ടപ്പെട്ട് പുറത്ത് പഠിക്കാൻ അയക്കുന്നത്. എന്നാൽ ഇന്നത്തെ മാറി വരുന്ന കാലാവസ്ഥ അനുസരിച്ച് ഒന്ന് മനസ്സിലാക്കുക, പുറം രാജ്യങ്ങളിൽ മുൻകാലങ്ങളിൽ ഉള്ളതുപോലുള്ള PR അവിടുത്തെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ കിട്ടുന്ന അത്ര എളുപ്പമല്ല. അവിടുത്തെ പൊളിറ്റിക്കൽസ് ഓരോ സമയത്തും മാറി മാറി വരികയാണ്. ഓരോ ഭരണാധികാരികളും അവരുടെ നാട്ടിലുള്ളവർക്ക് കൂടുതൽ മുഖ്യത്വം കൊടുത്തിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. എന്നാൽ അവിടെയുള്ള കോളേജുകൾ അവർക്ക് വരുമാനമുണ്ടാകണം, അതിനെ സഹായിക്കാൻ വേണ്ടി സ്റ്റുഡൻസിനുള്ള വിസ എല്ലാം കുറച്ച് ഉദാരമാക്കി കൊടുക്കുന്നു. എന്നാൽ ഈ സ്റ്റുഡൻസ് അവിടെ പോയി ചെയ്യുന്നത് എന്താണ്? അവർക്ക് അവരുടെ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യണം. അവരെന്തെങ്കിലും പാർട്ട് ടൈം ഇതൊക്കെ അവിടെ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ. ഇനി അതല്ലെങ്കിൽ ഇവർ ഇത്ര ഹ്യൂജ് ലോണും എടുത്ത് പോകുമ്പോൾ അതിനെ റീപേയ്മെൻറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉള്ള കിടപ്പാട് നഷ്ടപ്പെടുന്നൊരവസ്ഥയും വരും. അത് ഒന്ന്. രണ്ടാമത്, ഈ കുട്ടികൾ അവിടെ പോയി മോസ്റ്റ്ലി ചില കുട്ടികൾ അവിടെ തന്നെ എൻഗേജ് ആകുന്ന, അവർക്ക് PR കൂട്ട് ആ ഹോപ്പിൽ ടോട്ടൽ അവിടെ സെറ്റിലാകുമ്പോൾ ഇവിടെ അനാഥരാകുന്നത് പേരൻസ്. ഇവരേതെങ്കിലും വൃദ്ധസ്ഥാനത്തിലേക്ക് ഉദ്ദേശിച്ച് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് പരിഹാരം കാണാമെന്നുള്ള കാര്യമേ ഉള്ളൂ. ഇവിടെ നമുക്കും പഠിക്കുന്ന കുട്ടികൾ അനാവശ്യ സമയം ഒത്തിരി കിട്ടുന്നുണ്ട്. ആ സമയങ്ങളിൽ ഇവർക്ക് വന്ന് എന്തെങ്കിലും പാർട്ട് ടൈം നാട്ടിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ സാധാരണ ആൾക്കാർ ഷോപ്പിങ്ങിന് പോണത് 5 മണിക്കാണ്. 5 മണി കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ, വാട്ടെവർ റെസ്റ്റോറൻറ്റ്, ഈവൻ സം അതർ ഷോപ്സ് എല്ലാം ഒക്കെ വർക്ക് ചെയ്യുന്നത് ആഫ്റ്റർ ഒരു 5 o'clock ശേഷമാണ്. ഈ ഭാഗങ്ങളിൽ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം. ഈ പാർട്ട് ടൈം ജോബ് അതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് കിട്ടുന്ന കുഞ്ഞു പോക്കറ്റ് മണി അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. അതിന് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നാട്ടിൽ തന്നെ കിട്ടുന്നതായാൽ അത് കുറച്ച് സന്തോഷമുള്ള കാര്യമാണ്. അതിലൂടെ ഈ ഭീമമായ തുക ചിലവഴിച്ച് ഇവരെ പുറം രാജ്യങ്ങൾ അയക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേറ്റവും കൂടുതൽ ഇവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവർ ലോബികളായിട്ട് പല ഭാഗത്തും തിരിഞ്ഞ് കഞ്ചാവ് അടിക്കാനോ അല്ലെങ്കിൽ ബീർ അടിക്കാനോ അല്ലെങ്കിൽ ഗുണ്ടാ പണിയാനോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം ഇതിനെല്ലാം അങ്ങോട്ട് പോകും. അവിടെ ആ സമയമുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. എന്നാൽ സ്കൂൾ കഴിഞ്ഞാൽ, ആ ടൈം കഴിഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും പോയി ഒരു ജോലി ചെയ്താൽ അവരതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അതിന് പാരൻസും സപ്പോർട്ട് ചെയ്യണം. അതിനെ ഗവൺമെൻറ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എങ്കിൽ ഒരു പാർട്ട് ടൈം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ സ്ഥാപനങ്ങളിൽ ഉണ്ടാകണം. അത് മസ്റ്റായിട്ടുള്ള നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. ഇതിലൂടെ ഈ കുട്ടികൾ ഇവിടെ തന്നെ സെറ്റിലാകും. ഇന്ത്യ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇവർ പലരും ഇന്നും നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ആരും അറിയാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെന്ന് എല്ലാവരും അറിയുന്നില്ല. അത് കുട്ടികൾക്കും അറിയില്ല. ഇവിടെ ഇവർ കുറച്ച് സമരങ്ങളും അതും ഇതുമായിട്ടൊക്കെ ഈ ആൾക്കാരെ ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല. ഈ കുട്ടികളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടി പ്രവർത്തനം മറ്റുമൊക്കെ ആയിട്ടാണ്. അത് വേണ്ട, അവർ പണിയായിട്ട് അവർക്ക് എന്ത് പ്രവർത്തനം വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അവർക്ക് ചെയ്യാനുള്ള കുഞ്ഞുനാൾ മുതൽ അവർക്കൊരു ഏണിങ് സെൻസ് ഉണ്ടാക്കുക, അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നുണ്ടാകുമ്പോൾ ഈ നാട് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ കെട്ടിടങ്ങളെല്ലാം കെട്ടി ഈ പേരൻസ് കഷ്ടപ്പെട്ട് കുട്ടികളില്ലാതെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുകയാണ്. ഈ കുട്ടികൾ പുറം രാജ്യത്ത് ഇപ്പോൾ അവിടെ ആരെങ്കിലും കല്യാണം കഴിച്ച് അവരങ്ങോട്ട് സെറ്റിലാകുന്നു. ഒരു പക്ഷേ അവർ തിരിച്ചു വിടാവുന്നാൽ ഇവിടെ മാതാപിതാക്കളും കാണില്ല, ആരും കാണില്ല, യാതൊന്നുമില്ലാതെ ഇവരും വഴിയാധാരമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റും പൊതുജനങ്ങളും മാതാപിതാക്കളും കുട്ടികളും ഏകോപിച്ച് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കുഞ്ഞു വർക്കുകൾ, നമ്മുടെ പഠിത്ത കാര്യങ്ങൾ നോക്കാം. ഇവിടെ പാർട്ട് ടൈം ചെയ്താൽ ഇവിടുത്തെ ഫീസും ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എന്നാൽ
വലിയ പിള്ളേരെങ്ങനെ പുറത്ത് അത് ആ ഒരു സംവിധാനം ഉണ്ടാകരുത്. ഈ ഏറ്റവും കഴിവുള്ള കുട്ടികളായിരുന്നാലും അവരിങ്ങനെയുള്ളൊരു പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി അവരിലുണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. നാം വളരെ ആലോചിച്ച് ഓരോന്നും ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ ഇവിടെ ജനങ്ങളൊന്നും കാണത്തില്ല. ഇവിടെ മൊത്തം ശ്മശാന ഭൂമിയായി മാറിപ്പോകും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇൻഷുറൻസിൽ ഇവർ തുടക്കത്തിൽ തന്നെ ഇവർക്ക് ചെറിയ ഇൻഷുറൻസും സോഷ്യൽ ഇൻഷുറൻസും മെഡിക്കൽ ബെനിഫിറ്റും ഒക്കെ ഉണ്ടാകുന്ന രീതിയിലൊരു സംവിധാനം ഉണ്ടാക്കണം. അതിനിപ്പോൾ ഗവൺമെൻറ് തലങ്ങളിൽ തന്നെ ജോലിയില്ലാത്ത പല ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. വെറുതെ ആൾക്കാരെ കുത്തിക്കയറ്റി പാർട്ടിയുടെ പേരിൽ പല അനാവശ്യമായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അവരെല്ലാം കൂടി ഏകോപിച്ച് ഇതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. അതിനൊരു സെറ്റിങ്സ് ഉണ്ടാക്കി ഓരോ സ്ഥാപനങ്ങളും എത്ര വേക്കൻസി ഉണ്ട് എന്നാന്നിടത്ത് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പേരൻസിനും കുട്ടികൾക്കും അവിടെ പോയി അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം. അത് ഏരിയ വൈസ് ഈ രാഷ്ട്രീയക്കാരെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ ഇവർ ഈ പുറത്ത് കിടന്ന് ഈ ബഹളവും ഒച്ചപ്പാടും കാണുമ്പോൾ ഇങ്ങനെയുള്ള നല്ല സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്ന കാര്യങ്ങൾ പൊളിറ്റീഷ്യൻസ് ചെയ്താൽ അത് വലിയൊരു നല്ല കാര്യമായിരിക്കും. ഒന്നും മനസ്സിലായി, ഏത് ഭരണപക്ഷി വന്നാലും ആര് ഭരിച്ചാലും ഈ ഭരണപക്ഷിയെ അവർക്ക് കല്ലെറി ആ ഒരു ടെൻഡൻസി ഭൂരിപക്ഷത്തിനുണ്ടാകാൻ മറിച്ച് ഭരണപക്ഷത്തിനുണ്ടാകുന്ന അപാകതയെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അതിനുള്ളൊരു പരിഹാര മാർഗം പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. ഓക്കെ, ഇലക്ഷൻ ആരെങ്കിലും ഒരാൾ ജയിക്കും, ആരെങ്കിലും ഒരാൾ തോക്കും. അത് നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ പ്രവർത്തന ശൈലിയും നിങ്ങളുടെ കോർഡിനേഷൻ ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഒരു ഭരണത്തെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്, ഒരു കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ടിക്ക് ഭരണം നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു, പേരൻസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്തയക്കുമ്പോൾ 3-4 വട്ടം ഒന്ന് ചിന്തിക്കുക. അവരുടെ സൗകര്യങ്ങൾ ഇവിടെ നമ്മുടെ കുട്ടികൾ ഇവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പോകുന്നതിൽ ഒന്നും വിഷമിക്കരുത്. ഇപ്പോൾ ഒരു കാഫ്റ്റീരിയയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം നാട്ടിൽ എത്ര തട്ടുകടകളാണുള്ളത്. ഭാര്യയും ഭർത്താവും മക്കളൊക്കെ നിന്ന് എത്രയോ പേര് തട്ടുകട നടത്തുന്നു. എന്നാൽ അവിടെ ആവശ്യം തന്നെ ആൾക്കാരില്ലായിരിക്കും. എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒരു നല്ലൊരു സ്പോർട്സ്മാൻ ഫീലിംഗ്, ഒരു ഡ്രസ്സും ഒക്കെ ഇട്ട് അവിടെ പോയി ഇവർക്കൊന്ന് സെർവ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ദ മണി. അത് ഹാർഡ് ക്യാഷ്. അത് അവസാനം കട അടിക്കുമ്പോൾ അവർക്ക് ആ പൈസ വാങ്ങി അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ വീട്ടിൽ തിരിച്ചു പോകാം. അവർക്ക് പിന്നെ അച്ഛനോട് എനിക്ക് നോട്ട് ബുക്സ് വെക്കണം, എനിക്ക് നാളെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. ദേ ആർ ഹാവിങ് ദെയർ ഓൺ. അവർക്കൊരു ചെറിയ ഒരു സേവിങ് സെൻസ് അവർക്കുണ്ടാകും. അതിലൂടെ അവരുടെ നല്ല നല്ല ഭാവനകൾക്ക് അവർക്ക് രൂപം കൊടുക്കാൻ പറ്റും. സോ ഒരിക്കൽ കൂടി വീണ്ടും റിക്വസ്റ്റ്, ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് ഈ രാഷ്ട്രീയക്കാരില്ല. നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി പേര് കാണാം. ആരെങ്കിലും ഒത്തിരി സ്ഥാപനങ്ങൾ ജോലിയില്ലായിരിക്കും. ഇനി ചില സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവർ 2-3 ജോലിക്കാരെ നിർത്തി യഥാർത്ഥത്തിൽ 2-3 ജോലിക്കാരുടെ ആവശ്യമില്ല. പക്ഷേ അവർ ഫുൾ ഡേ ശമ്പളം കൊടുക്കുന്നു. ആ സ്ഥാപനം പൂട്ടിപ്പോവുകയാണ്. അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗങ്ങളിൽ ഒരു ജോലിക്കാരെ വയ്ക്കുക. അല്ല ഓണർ ഉണ്ടെങ്കിൽ ഓണർ കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പയ്യനെ 2 പയ്യനെ ഒന്ന് പാർട്ട് ടൈം എടുത്തു കഴിഞ്ഞാൽ അവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. സോ വാട്ട് ഓഫ് ദ തിങ്സ്, ഒരാളെ ഇപ്പോൾ നമ്മൾ ശമ്പളം എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞത് 10,000 രൂപ എങ്കിലും ശമ്പളം ഇല്ലാതെ ആരില്ല. 7,000 ഇല്ലാതെ ആരും വരില്ല. ഈ 7,000 രൂപ കൊടുക്കണ്ട. അതിന് പകരം ആ പാർട്ട് ടൈമിൽ 2 കുട്ടികളെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊക്കെത്തുള്ള കളിക്കുന്നത് ജോലിയെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ കിട്ടും. ഒരു ചെറിയൊരു ബോർഡ് ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയാൽ ഡെഫിനറ്റ് ദേ വിൽ കം. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ വളർത്തി. ഫോറിനിൽ പോയി മാത്രമല്ല, ഫോറിനിലും അവിടെ വലിയ ഒരു വല്ലാത്തൊരു സെറ്റപ്പിങ് ഒന്നും അവിടെ ഇല്ല. ഇതേ സെറ്റപ്പ് തന്നെയാണ് അവർ ബേസിക്കായിട്ട് അവർ അതിനൊക്കെയുള്ള മുൻതൂക്കം കൊടുത്താൽ ആ സംവിധാനമുണ്ട്. എന്തുകൊണ്ട് നമുക്കിവിടെ ചെയ്തുകൂടാ? അതുകൊണ്ട് എത്രയും വേഗം ഇതിനോടൊരു പരിഹാരമാർഗം കാണുക. കമ്പനിക്കാർക്കും എല്ലാവർക്കും ഈ പാർട്ട് ടൈം ആവശ്യമുള്ളവരുടെ ഇങ്ങനെയുള്ള കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുക. അതിലൂടെ അവരുടെ സുഹൃത്തുക്കളും അവരുടെ കൂട്ടുകാരും ഒക്കെ ആ ഒരു ടെൻഡൻസി ഉണ്ടാകും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. എല്ലാവരും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.